അപ്പോൾ ഗൈസ് ഇതാണ് ആക്റ്റീവ. എൻ്റെ ഫ്രണ്ട് ഹരീൻ്റെ വണ്ടിയാണ്. അത് ഷെൽഫ് അടിച്ചിട്ടൊന്നും ഇങ്ങനെ സ്റ്റാർട്ടാവണേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറയുമ്പോൾ CD യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ CD യൂണിറ്റ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഇവൻ്റെ വണ്ടിക്ക് ഒരു CD യൂണിറ്റ് റിപ്പയർ ചെയ്ത് കൊടുത്തിരുന്നു. ആ CD യൂണിറ്റാണിത്. ഇത് ഞാൻ റിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയ CD യൂണിറ്റാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് കയറ്റി നോക്കാം. ഇതാണിപ്പോൾ ഇതിൽ ഓൾഡ് CD യൂണിറ്റ്. ഈ ക്ലിപ്പ് അങ്ങനെ അയച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് ഊരാൻ മതി. ഇത് നമ്മൾ റിപ്പയർ ചെയ്ത CD യൂണിറ്റാണ്. ഇതേമാതിരി ഇതിലേക്കൊന്ന് കയറ്റാം. അപ്പോൾ ഇത് ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CD യൂണിറ്റ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ CD യൂണിറ്റ് എങ്ങനെയാണ് റിപ്പയർ ഇതേമാതിരി എങ്ങനെയാണ് റിപ്പയർ ചെയ്തെടുക്കാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ഇതാണ് അപ്പോൾ നമ്മൾ CD യൂണിറ്റ്. അപ്പോൾ ഈ ആ വണ്ടീൻ്റെ CD യൂണിറ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ റിപ്പയർ ചെയ്യാൻ നോക്കാം. ഇത് ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് ആക്സോളൈഡ് എടുത്തിട്ട് കട്ട് ചെയ്യാം. ഇത് ആക്സോളൈഡ് ഇത് ഫ്രെയിം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇത് പറയുമ്പോൾ റിമൂവ് ചെയ്യാനുള്ളൊരു വേറൊരു മാർഗ്ഗവും ഇല്ല. ഇതൊരു ഗമ്മിട്ട് വരുന്നതാണ്. ഫുള്ള് ഒരു ഇത് വരുന്ന ടൈപ്പ് സാധനമാണ്. ഇത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇവർ നന്നാക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ മാതിരിയാണ് തോന്നിയേക്കിയ സാധനം. അപ്പോൾ നമുക്ക് ഇത് ഇത്ര മാക്സിമം അടുപ്പിച്ചിട്ട് ഇത് എക്സോൾവ് എടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, ഈ നീളം കൂടെ ഈ മോഡൽ എന്ന് പറയുമ്പോൾ കുറേ പഴക്കമുള്ള ഇതിൽ കൂടുതൽ ഇങ്ങനെ കുറേ കമ്പോണൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ ടൈപ്പിലൊന്നും കമ്പോണൻസ് കാണില്ല. കമ്പോണൻസ് ഇല്ല ഇപ്പോഴത്തെ ടൈപ്പിലൊന്നും. മുകളിൽ കമ്പോണൻസ് വരില്ല. ഒക്കെ ഇതിൻ്റെ ഇൻസൈഡ് ഇതിൻ്റെ ഉള്ളിലാണ് കമ്പോണൻസ് വരുന്നത്. അതിപ്പോൾ ഇവിടെ പുറമെ കൂടുതൽ കമ്പോണൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഇതാണ് ഇപ്പോൾ ഊരാനൊന്നും ഇത്ര ഗതികേട് പോലും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വലിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ ഇത് വേഗം പൊടിഞ്ഞു പോയി. ഇങ്ങനെ വേഗം പൊടിഞ്ഞു പോയി. ഈ മുകളിലത്തെ ഈ സംഭവങ്ങളൊക്കെ വേഗം പൊടിഞ്ഞു പോയി. അത്രയും
ഇതിലാണ് പഴയ ആക്റ്റീവേൻ്റെ സി ഡി യൂണിറ്റ് ഒരു ഉണ്ടാക്കിയത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സി ഡി യൂണിറ്റ് പറയുമ്പോൾ എത്ര നീളമുള്ളൂ. നേരത്തെ ഞാൻ ആ ഫ്രണ്ടിൻ്റെ വണ്ടിയിലുള്ള സി ഡി യൂണിറ്റ് എത്ര നീളമുള്ളൂ. നമുക്ക് ചെയ്യാനുള്ള പരിപാടി അറിയുമ്പോൾ ഇതിലുള്ള ഓരോ കമ്പോണൻസിൽ വരുന്ന ലെഗുകളൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം സോൾഡറിങ്ങിൻ്റെ ലെഡ് വളരെ കുറവാണ്. എന്താ വെച്ചാൽ അപ്പോൾ ചില ആൾക്കാർ കാണാം വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ സി ഡി യൂണിറ്റ് ഒന്ന് മേടിയിട്ട് പിന്നെ ഒന്ന് സംഭവം വർക്ക് ചെയ്യുക. അപ്പോൾ ഈ കമ്പോണൻസ് ഒന്ന് ഇളകുമ്പോൾ സി ഡി യൂണിറ്റ് പിന്നെ ഒന്ന് വർക്കാവും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം. റീസോൾഡർ ചെയ്തിട്ട് നമുക്കൊന്ന് ആക്റ്റീവിൽ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റീസോൾഡർ ചെയ്യുമ്പോൾ വേറെ കമ്പോണൻസിലൊന്നും തട്ടാതെ വെക്കാൻ വളരെ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് എന്താ പറയുക പേസ്റ്റൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ ഇവിടേക്ക് വരുന്ന ഈ പ്ലഗിലുള്ള ഈ 4 പോർട്ടുകളാണിത്. ആദ്യം നമുക്ക് അത് തന്നെ ഒന്ന് സോൾഡർ ചെയ്യാം, റീസോൾഡർ ചെയ്യാം. ലെഡൊക്കെ വളരെ കുറവായിട്ടാണ് കമ്പനി കൊടുക്കുന്നത്, വളരെ കുറവായിട്ടാണ് അവർ ഇറക്കുന്നത്. നമുക്കൊന്ന് ലെഡ് ഇങ്ങനെ കൊടുക്കിയിട്ട് ഒന്ന് പുതുക്കി സോൾഡർ ചെയ്യുക, റീസോൾഡർ ചെയ്യുക. ഇതിൻ്റെ ഇതൊന്ന് ശരിക്കലൊന്ന് സോൾഡറിങ്ങിന് വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്യണമായി തന്നെ. ഈ പഴയ സി ഡി യൂണിറ്റ് ആയിട്ടാണ് കൊണ്ട് ഇമ്മാതിരി ജജ്ജതി ഗമ്മയിൽ വരുന്നത്. ഇതിപ്പോൾ ഒന്നിങ്ങനെ ശരിക്കും ഇപ്പോഴത്തെ സി ഡി യൂണിറ്റൊന്നും ഇത്ര ഇങ്ങനെ കുറേ ലെഗ്സ് ഒന്നും കാണൂല, ആകെ വളരെ കുറവാണ്ടാവുക. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇപ്പോഴത്തെ സി ഡി യൂണിറ്റ് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴത്തെ ശരിക്കും ഇപ്പോഴത്തെ സി ഡി യൂണിറ്റ് ആക്റ്റീവിൻ്റെ ഈ സി ഡി യൂണിറ്റാണ് ശരിക്കും ഇത്ര വലുപ്പം വരുന്നുള്ളൂ. ആകെ നമുക്ക് ഇത്രേ കാണാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ റിപ്പയർ ചെയ്ത് ശരിയാക്കി വെച്ചതാണ്, ഫുള്ള് റീസോൾഡർ ചെയ്ത് ശരിയാക്കി വെച്ചതാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ബോർഡിൻ്റെ കൂടുതൽ നല്ല ഗ്യാപ്പ് വിട്ടിട്ട് തന്നെ അടുപ്പിച്ചിട്ട് ഔട്ട് സൈഡ് അടുപ്പിച്ചിട്ട് നമുക്ക് സോൾഡർ ചെയ്യാം. എന്നിട്ട് ഫുള്ള് ഇപ്പോൾ ഞാൻ സോൾഡർ ചെയ്താണ്, അത് റീസോൾഡർ ചെയ്താണ്. ഇത് ഇതേമാതിരി തന്നെ ഇനി ഇടയ്ക്കൊന്ന് മേടുമ്പോൾ ഇത് വർക്ക് ചെയ്യും. പിന്നെയും ഇത് ഇങ്ങനെ പോവാണ്. ഇടയ്ക്ക് ഭയങ്കര മിസ്സിങ് കാര്യങ്ങളായിട്ട് ഞാനത് റീസോൾവ് ചെയ്തപ്പോൾ സംഭവം സക്സസ് ആണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. ഇത് കുറേ പഴക്കമുള്ള മോഡൽ സി ഡി യൂണിറ്റാണ്. ഇതിനാണ് ഇത്ര കൂടുതൽ കമ്പോണൻസ് കൂടുതൽ ഞാൻ കണ്ടത്. അപ്പോൾ ഗൈസ് നമ്മളെ സോൾഡറിങ് ഏകദേശം കഴിഞ്ഞാണ്. ഇനി ഇതൊന്ന് ടിന്നർ ഉണ്ട് ഇനി എൻ്റെ. അപ്പോൾ ടിന്നർ ഇട്ടിട്ടൊന്ന് ഫുള്ളൊന്ന് ബ്രഷ് എടുത്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാം. ഈ സോൾഡറിങ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് ആവേണ്ട വിചാരിച്ചിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോഴത്തെ ബോർഡിനാണെന്ന് വെച്ചാൽ ഇത്ര സോൾഡറിങ് ഒന്നും വരില്ല, ആകെ ഇത്ര വരുള്ളൂ. ഇങ്ങനെ കമ്പോണൻസും കുറവാണ്. ഇപ്പോഴത്തെ ബോർഡാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി സുഖമാണ് സോൾഡർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വണ്ടിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങുക. ടിന്നർ അതിനെ കൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. ജസ്റ്റ് ഒന്ന് ഉണങ്ങണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് സെറ്റ് ചെയ്യണോടത്തേക്ക് പോവാം. നമ്മളെ ഇതാണ്. അപ്പോൾ എൻ്റെ നേരത്തെ വണ്ടി എൻ്റെ സുഹൃത്ത് കൊണ്ടുപോയിക്കുകയാണ്. അവനൊരു അത്യാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ളതിനോട്. ഇത് വേറെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ബാറ്ററി ഒന്നും ഇല്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ആദ്യം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കിട്ടണ്ടേ നേരത്തെ കംപ്ലൈൻ്റ് ആയ CD യൂണിറ്റാണ് ഇപ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടായത് കണ്ടത് നിങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിൽ ഞാനത് ഫസ്റ്റ് ടൈം ചെയ്തിരുന്നു. ഇതിങ്ങനെ മേടുമ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്നത് കേട്ടിന്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം അവൻ്റെ വണ്ടിയിലൊന്ന് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അവൻ്റെ സക്സസ് ആണ്. അവൻ്റെ ഇപ്പോൾ ഒരു 600-700 കിലോമീറ്റർ ഓടിയിട്ടും ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ CD യൂണിറ്റ് ഇങ്ങനെ വെച്ച് വെച്ചാൽ ശരിയാവില്ല. ഫുള്ളൊന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനേ ഞാൻ മറ്റേനെ കാണിച്ചാൽ കറക്റ്റ് അതിൻ്റെ പീസ് കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതന്നെ വെച്ചിട്ട് എന്തെങ്കിലും എന്താ പറയുക ഗമ്മ് അറാൾഡേറ്റ് പോലത്തെ ഗമ്മ് അതിൻ്റെ സൈഡിൽ ഫുള്ള് ഇട്ടിട്ട് പൂട്ടിയാൽ മതി. അല്ലെങ്കിൽ നല്ല വേറെ എന്തെങ്കിലും കവറൊക്കെ ഇട്ട് നല്ല കവർ ചെയ്യണം അത്. എന്നിട്ട് ഇത് സെറ്റ് ചെയ്ത സംഭവം റെഡിയാണ്. ഇപ്പോഴും അവൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഒരു 800 കിലോമീറ്റർ എടുത്ത് ഓടിയിട്ടും അവൻ്റെ വണ്ടിയിൽ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇനി ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ് ഉള്ള CD യൂണിറ്റ് ഇനി വെറുതെ 2000 രൂപ ചിലവാക്കേണ്ട ആവശ്യമില്ല. 1500-2000 രൂപ വരും CD യൂണിറ്റിന്. അപ്പോൾ എങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി.